മുത്തപ്പൻ്റെ അമ്പലത്തിൽ പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ നല്ലവണ്ണം ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ പ്രായത്തിന് ഇഷ്ടപ്പെട്ട കഥയാണ്. ഞങ്ങൾ അത് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങിയത്. ആംബിയൻസും അന്നത്തെ ഈത്തോസും എല്ലാം ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നല്ല ഭാവനമായ സിനിമ. കൊള്ളായിരുന്നു. നന്നായിട്ടുണ്ട്. നമുക്ക് വലിയ പരിചയമില്ലാത്ത ആളാണ് മുത്തപ്പൻ, എന്നാലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കാം. അടിപൊളിയായിട്ടുണ്ട്. ഓവറോൾ നല്ല ഫിലിമാണ്, നല്ല ഭാവനമായ സിനിമ. താങ്ക് യു. നല്ല മൂവിയാണ്. മുത്തപ്പൻ്റെ, കണ്ണൂരിലെ മുത്തപ്പൻ്റെ കഥയാണ് പറയുന്നത്. അഭിനയം നന്നായിരുന്നു, നല്ല കാസ്റ്റ്. സിനിമ ഇഷ്ടപ്പെട്ടു, നന്നായിരുന്നു. ഞങ്ങൾ മെയിനായിട്ട് മീരയെ കാണാനാണ് വന്നത്. മീര ചെറുതിലെ തൊട്ട് അറിയാം. മീരയുടെ അമ്മയും ഞാനുമൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നായിരുന്നു. മീര വളർന്നു വരുന്നത് കണ്ടുകൊണ്ട് ഇരുന്ന ഒരാളായതുകൊണ്ട് പ്രത്യേകിച്ച് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി സിനിമ തന്നെ. മണിക്കുട്ടൻ്റെയൊക്കെ കഥയൊക്കെ നല്ല കൊള്ളാം. കഥ നമുക്കറിയില്ല, ഇപ്പം കണ്ടപ്പോൾ അതൊക്കെ നല്ലൊരു തോന്നി. കൊള്ളാം. നന്നായിരുന്നു. മണിക്കുട്ടൻ നന്നായിട്ട് അഭിനയിച്ചു. എല്ലാം കൊള്ളായിരുന്നു. മുത്തപ്പൻ്റെ അമ്പലത്തിൽ പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ നല്ലവണ്ണം ഇഷ്ടപ്പെട്ടു. മനസ്സിലാക്കാനുള്ള ഒരു ഒക്കെ കൊള്ളായിരുന്നല്ലോ. ഞങ്ങൾക്ക് ആ ഒരു കഥ മനസ്സിലാക്കാൻ പറ്റി നന്നായിട്ട്. അത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു ആ കഥ. നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റി. ആ കഥയാണ് പറയുന്നത്. ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നല്ല. അല്ല ഈ ഭക്ഷണിക്കടയിൽ മുട്ട ഭക്തി ഞങ്ങളെ പോലെയുള്ളവർക്കൊക്കെ, ഞങ്ങൾക്കൊക്കെ ഇത് പ്രായമായവരല്ലേ, ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പ്രായത്തിന് ഇഷ്ടപ്പെട്ട കഥയാണ്. ഞങ്ങൾ അത് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങിയത്. ഇത് മണിക്കൂട്ടുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞായിരുന്നു. പിന്നെ മധുപാല് നല്ല അഭിനയമായിരുന്നു. അവർ നല്ല അതിൻ്റേതായ രീതിയിൽ ഭക്തിപരമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് അത് കഥ. ഞങ്ങൾ നന്നായിട്ട്, ഞങ്ങൾക്ക് മുഴുവനെ അറിഞ്ഞുകൂടായിരുന്നു ആ കഥ. പക്ഷേ ഇതിപ്പോൾ ഞങ്ങൾക്കത് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. മണിക്കൂട്ട് നല്ല അഭിനയമായിരുന്നു. ഞങ്ങൾ ബിഗ് ബോസിൽ കണ്ട് നല്ല പരിചയമുള്ള മുഖമല്ലേ. അപ്പം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഞങ്ങളെ പ്രായത്തിന് വേണ്ടി പറ്റിയ ഇപ്പോഴത്തെ അടിച്ചുപൊളിയൊന്നും അല്ലല്ലോ. ഇത്രയും നന്നായിട്ട് ഈ കഥയുടെ ആ ഒരു പൂർണ്ണ രൂപം അറിഞ്ഞുകൂടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ സിനിമ കൂടെ കണ്ടപ്പോഴത്തേക്ക് ആ മുത്തപ്പൻ്റെ അത് ഒറിജിനലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. നന്നായിരുന്നു, വളരെ നന്നായിരുന്നു. ആ മുത്തപ്പൻ്റെ അമ്പലത്തിൽ പോയിട്ടുള്ളവർക്ക് പ്രത്യേകിച്ച് അതിൻ്റെ ആ രസം, ആ കഥകളെല്ലാം നല്ലതായിട്ട്. മണിക്കുട്ടൻ വളരെ നല്ലതായിരുന്നു. മണിക്കുട്ടൻ്റെ അച്ഛനും അമ്മയും നല്ലതായിരുന്നു. അവരായിരുന്നു ഏറ്റവും നന്നായത്. എല്ലാം ആംബിയൻസും അന്നത്തെ ഈത്തോസും എല്ലാം ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ വെച്ചിട്ട് ഇന്നത്തെ ഒരു കുട്ടിയോട് പറയുന്നൊരു കഥയായിട്ട് പഴയ കാലഘട്ടം കാണിക്കുന്നതും ഇന്നത്തെ മുത്തപ്പൻ്റെ റെലവൻസും, പിന്നെ നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളൊരു ദൈവമാണല്ലോ മുത്തപ്പൻ എന്ന് പറയുന്നത്. സാധാരണക്കാരുടെ എല്ലാ മനുഷ്യരുടെയും ദൈവമാണ്. അപ്പം ഇന്നും വളരെ സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ളൊരു ദൈവമാണ് മുത്തപ്പൻ. അതുകൊണ്ട് സന്തോഷം ഈ സിനിമയുടെ ഭാഗം കഴിഞ്ഞത്. വളരെ സന്തോഷം. കാരണം ഞാൻ അഭിനയിച്ച സിനിമയാണ്, അതുകൊണ്ട് കൂടുതൽ സന്തോഷം. ഞാൻ അതിൻ്റെ ചെറിയ ഭാഗങ്ങൾ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇന്നാണത് മൊത്തത്തിൽ കണ്ടത്. അതാണിപ്പോൾ പറഞ്ഞത്. ഈ പഴയ കാലഘട്ടമൊക്കെ വളരെ മനോഹരമായിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ മുത്തപ്പൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു സ്പെഷ്യൽ ദൈവമാണ്. എപ്പോഴും സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ളൊരു ഒരു പ്രതീകമാണ്. എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണുന്നൊരു ദൈവമാണ്. അതുകൊണ്ട് വളരെയധികം സന്തോഷം. ശരിക്കും പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചോളം ഞാനൊരു സിനിമ ലവറാണ്. അതർ ദാൻ ദാറ്റ് ഈ ഒരു സിനിമ വന്നപ്പോൾ പ്രത്യേകിച്ച് കാണണം എന്നൊരു ആഗ്രഹത്തോടെ തന്നെയാണ് കണ്ടത്. കാരണം ഞാൻ ഈ മുത്തപ്പൻ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് പലപ്പോഴും കേൾക്കുകയും പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതെന്താണെന്ന് എനിക്കറിയത്തില്ല. കാരണം ഞാൻ ഇങ്ങ് സൗത്തിൽ താമസിക്കുന്ന ഒരാളാണ്. പിന്നെ നോർത്തിൽ അല്ലെങ്കിൽ കണ്ണൂരുള്ള പറശ്ശിനിക്കടവിലുള്ള ഒരു കാര്യം അതെന്താണെന്ന് പലപ്പോഴൊക്കെ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ ഈ സിനിമ നമുക്ക് ഒത്തിരിയേറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ നാടിൻ്റെ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു ട്രഡീഷനാണ്. ആ ട്രഡീഷൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ജനങ്ങളിലേക്ക് എത്താനും ചില വിശ്വാസങ്ങളെ നിലനിർത്തി കൊണ്ടുപോകാനും ഉറപ്പായിട്ട് ഈ സിനിമ ഗുണം ചെയ്തിട്ടുണ്ട്. അതിൽ അഭിനയിച്ചിരിക്കുന്ന ആർട്ടിസ്റ്റുകൾ, ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന രീതി ഒത്തിരി മെനക്കെട്ടിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. കാരണം നല്ല ആർട്ട് വർക്ക്സ് ഉണ്ട്. പിന്നെ അതിൽ അഭിനയിച്ച മണിക്കുട്ടൻ എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടറാണ്. മണിക്കുട്ടൻ നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ മണിക്കുട്ടൻ്റെ അമ്മയായിട്ട് മീര ഉണ്ടായിരുന്നു, മധുപാൽ സർ ഉണ്ടായിരുന്നു. എല്ലാവരും വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒത്തിരി ശ്രമിച്ച് തന്നെയാണ് ആ സിനിമ ചെയ്തിരിക്കുന്നത്. ഇതുപോലത്തെ സിനിമകൾ ഇനിയും ഉണ്ടാവണം. കേരളത്തിൻ്റെ ഒരു അഭിമാനമാണ് ഇങ്ങനത്തെ സിനിമകൾ. എന്നും നന്മ ഉണ്ടാവട്ടെ. ഓൾ ദി ബെസ്റ്റ്.